ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരം വാങ്ങിക്കുന്ന കസ്റ്റമർ തന്നെയാണ്. ആളെപ്പോഴും നമുക്ക് ഓർഡർ തരിക പെട്ടെന്നാണ്. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് ആൾ വിളിക്കുന്നത്. അപ്പോൾ ഇന്നും വിളിച്ചത് അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഏതെങ്കിലും മീനച്ചാറുകളുണ്ടോ, ഗൾഫിലേക്ക് ഇങ്ങനെ ഒരാൾ പോകുന്നുണ്ട്, 6 മണിയാകുമ്പോഴത്തേനും സാധനം കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്ന ടൈമാണെങ്കിലോ 3:45 കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഓർഡർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംഭവം നമ്മൾ പെരുന്നാൾ നോമ്പ് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ മീനിൻ്റെ അച്ചാറുകളൊന്നും സ്റ്റോക്ക് വെച്ചിട്ടില്ല. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ അധികം ഇരിക്കണതല്ലല്ലോ, പിന്നെ അത് പോയില്ലെങ്കിൽ നമുക്കത് നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് ഓർഡർ വരുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാമെന്നുള്ളതിലേക്ക് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 5:30 ആകുമ്പോഴത്തേക്കും ഞാൻ സെറ്റാക്കി തരാം, കുഴപ്പമൊന്നുമില്ല, കൂടുതൽ അച്ചാറാണ് ആൾ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ വേഗം പോയി മീൻ വാങ്ങിച്ചു. മീൻ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ആളുടെ അടുത്ത് നിന്നാകുമ്പോൾ ആൾ നമുക്ക് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ആളൊക്കെ സെറ്റാക്കി വെച്ചു. വേഗം പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ അച്ചാറൊക്കെ സെറ്റാക്കിയിട്ട് ആൾക്ക് കൊണ്ടു കൊടുത്തു. പിന്നെ ഗ്യാസിൻ്റെ ഒരു ലഭ്യതക്കുറവ് മൂലം നമ്മൾ അടുപ്പത്താണ്. ഗ്യാസിൻ്റെ ഒരു ലഭ്യതക്കുറവ് മൂലം നമ്മൾ ഇപ്പോൾ വിറകടുപ്പിലാണ് എല്ലാതും നമ്മൾ പാകം ചെയ്യുന്നത്. അച്ചാറുകളാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ വിറകടുപ്പിൽ. അതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. പണ്ട് കാലം മുതൽ അങ്ങനെ ആയിരുന്നു. പിന്നെ ഗ്യാസൊക്കെ വന്നപ്പോൾ എല്ലാവരും, പക്ഷെ നമ്മൾ അച്ചാറുകൾ അധികം ഓർഡേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ അടുപ്പിൽ തന്നെ ചെയ്യാം. മീനച്ചാറുകളൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ അച്ചാറാക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കേടായിപ്പോവും. ബീഫും ചിക്കനും പിന്നെ ചെമ്മീനും അങ്ങനെയുള്ള ഏത് നോൺ വെജ് ഐറ്റംസ് ആണെങ്കിലും നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ കുടുതച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യണം. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് അച്ചാറുകളൊക്കെ ഉണ്ട്. നമുക്ക് വീഡിയോ പെട്ടെന്ന് എടുത്തത് കാരണം അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി വരുമ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കാം.